Okay, good evening and very thankful to all the parents and dear students who are listening to this webinar. I request, it's my earnest request from the team of Job Secure Law Eminence. നമ്മളൊരു അരമണിക്കൂർ ഒരു 40 minutes നമ്മൾ ഇതിനു വേണ്ടി മാറ്റി വെക്കാം. What we are discussing is not just cracking the exam or joining CLAT. We are discussing a career. Okay. ഇപ്പൊ ക്ലാറ്റ് പരീക്ഷ എങ്ങനെ എഴുതാം എന്നത് മാത്രം ദയവേത് ചിന്തിക്കരുത്. ക്ലാറ്റ് ഈസ് എ കരിയർ. ലീഗൽ പ്രൊഫഷൻ ഈസ് എ കരിയർ. വിത്തിൻ ദ ലീഗൽ പ്രൊഫഷൻ ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ ക്ലാറ്റ്, ഇറ്റ് ഈസ് എ ഡിഫറെന്റ് കരിയർ. അപ്പൊ ആ കരിയർ ആസ്പിരേഷൻ നമുക്ക് വേണം. ഓക്കെ, അപ്പൊ 3 സെഗ്മെന്റ് ആയിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത്. ഒന്ന്, whether it is what is the scope of going for a career in CLAT. That is the first question, because that is the why. ഞാൻ എന്തിന് ക്ലാറ്റ് പഠിക്കണം എന്നുള്ളത് വളരെ വ്യക്തമാവണം. ഓക്കെ, രണ്ടാമത് നമ്മൾ നോക്കുന്നത് വാട്ട് ഈസ് ക്ലാറ്റ്. മൂന്നാമത് നമ്മൾ നോക്കുക ഹൗ ടു പ്രിപ്പയർ ഫോർ ക്ലാറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ ചാലഞ്ചസ് എന്താണ്, അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. സോ അഗെയിൻ ഐ വെൽക്കം ഈച്ച് വൺ ഓഫ് യു. കുട്ടികൾ മാത്രമേ ഉള്ളത്. പാരൻസ് ഇഫ് ദേ ആർ അവൈലബിൾ അറ്റ് ഹോം, ഇറ്റ് ഈസ് അവർ റിക്വസ്റ്റ്. പാരൻസും കൂടെ ഇത് കേൾക്കുന്നത് വളരെ ഗുണകരമാണ്. ഇറ്റ് ഈസ് എ കളക്റ്റീവ് ഡിസിഷൻ വിച്ച് വി ഷുഡ് അറൈവ് അറ്റ്. നിങ്ങൾ ചിന്തിച്ചിട്ട് വേണം ഈ തീരുമാനം എടുക്കാൻ. ജോബ് സെക്യൂർ ലോ എമിനൻസ് നെവർ ഇൻറ്റൻഡ് ടു കൺഫ്യൂസ് എനി സ്റ്റുഡൻറ്, ബിക്കോസ് ദിസ് ഈസ് യുവർ കരിയർ കോൾ. ഞങ്ങളെടുത്ത ഒരു കോച്ചിങ്ങിന് ചേരൽ അല്ല സുഹൃത്തുക്കളെ ദ ക്വസ്റ്റ്യൻ വി ആർ ഡിസ്കസിങ്. Take some time to understand which career we should get into. So I am Advocate Dinesh, the founder director of Job Secure Law Eminence, happily into grooming students into the career of law for the last 16 years. 2023 we enjoyed fantastic results. 22 മുതൽ തന്നെ our Aditya got into National Law School Bangalore. ഈ വർഷത്തെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. വെരി പ്രൗഡ് അവർ കൃഷ്ണേന്ദു has qualified to National Law School Calcutta, supposed to be the number 3rd in the priority or the ranking. 5 പേര് ഓൾറെഡി ഫസ്റ്റ് റൗണ്ടിൽ അവർ സ്റ്റുഡൻസ് ദിസ് ഇയർ, forget ലാസ്റ്റ് ഇയർ, ദിസ് ഇയർ 5 പേര് ഓൾറെഡി ത്രൂ ആണ്. when it moves to the second round we are expecting more students to join. ഞാൻ 16 വർഷമായി മൈ ടീം, മൈസെൽഫ്, മൈ വൈഫ്, മൈ സൺ, മൈ എൻറ്റയർ പെർമനൻറ്റ് ഫാക്കൽറ്റി ഗ്രൂമിങ് സ്റ്റുഡൻസ്. ആൻഡ് പ്രൗഡ്ലി വി ക്യാൻ സേ ലാസ്റ്റ് ഇയർ ഓൾ കേരള ലോ എൻട്രൻസിൻ്റെ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ നമ്മുടെ കുട്ടികളാണ്. കുസാറ്റിലെ ഭൂരിഭാഗം കുട്ടികളും നമ്മളതാണ്. സോ ഐ എം ജസ്റ്റ് ഷെയറിങ് ബിക്കോസ് ലിസൺ ടു മീ. കാരണം ക്ലാറ്റിനെ കുറിച്ച് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. എൻ്റെ ഒരു സുഹൃത്തും ഒരു അബദ്ധം ചെയ്തു പോകരുത്, അങ്ങനെ തന്നെ ഞാൻ പറയാം. ബിക്കോസ് വെൻ യു അണ്ടർസ്റ്റാൻഡ് certain questions which we try to answer. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞത് അതുകൊണ്ടാണ്. വി ആക്ച്വലി ഷുഡ് ബി ക്ലിയർ അബൌട്ട് ദ വേർഡ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ എന്ന വേർഡ് ലാറ്റിൻ വേർഡായ എഡ്യൂക്കെറെ എന്ന റൂട്ട് വേർഡിൽ നിന്നാണ്. ആൻഡ് ദ റിയൽ മീനിങ് ഓഫ് എഡ്യൂക്കെറെ ഈസ് ടു ലിവ് ഫ്രം വിതിൻ. So please my friends, ask yourself whether that lawyer is loud from within. Can you see yourself pursuing the noble profession of law? Where do you find just as a litigation lawyer ആണോ, or getting into judiciary ആണോ, അതന്നെ getting into higher judiciary ആണോ, being the chief justice of India ആണോ, or being there as a corporate lawyer ആണോ, അതല്ലെങ്കിൽ JBM ഒക്കെ കണ്ടിട്ട് ബി ദർ ഫോർ ദ ഡൗൺ ട്രോഡൻ ആൻഡ് ബി ദർ ആസ് എ ബീക്കൺ ഓഫ് ലൈറ്റ് പ്രൊട്ടക്ടിങ് ദ ലാംബ് ഓഫ് ജസ്റ്റിസ് ആണോ? ഇത് നിങ്ങൾ ചിന്തിക്കണം. വാട്ട് ഈസ് യുവർ കരിയർ കോൾ? കാരണം ഇഫ് യു വാണ്ട് ടു ജസ്റ്റ് ടേക്ക് എ ലോ ഡിഗ്രി, ഐ വിൽ ഓണസ്റ്റ്ലി സജസ്റ്റ് ദർ ഈസ് നോ നീഡ് ഫോർ യു ടു തിങ്ക് അബൌട്ട് എ കോസ്റ്റ്ലി അഫെയർ കോൾഡ് ക്ലാറ്റ്. ഒരുപാട് പണം ചെലവാക്കിയിട്ട് നമ്മൾ ക്ലാറ്റിന് പോകേണ്ട കാര്യമില്ല.
നിങ്ങൾക്ക് നിയമം പഠിക്കാനാണ്. ഈ പറഞ്ഞ ഇന്ത്യയിലെ ചീഫ് ജസ്റ്റിസ് ആവാൻ കോഴിക്കോട് ലോ കോളേജിൽ പഠിച്ചാലും സാധിക്കും, നാഷണൽ ലോ സ്കൂൾ ബാംഗ്ലൂരിൽ പഠിച്ചാലും സാധിക്കും. സോ അങ്ങനെ ഒരു കരിയർ ആസ്പിറേഷൻ ഉണ്ടോ? കാരണം the motto of Job Secura is nurturing careers in law, not just clearing the exam. അപ്പോൾ ലോല് ഒരു കരിയർ നോക്കുന്നവരാണ് ഞങ്ങളുടെ അസറ്റ്. അങ്ങനെ നോക്കുമ്പോഴാണ് അതിൻ്റെ ഫുൾ എനർജിയും യൂട്ടിലൈസേഷനും ഉണ്ടാവുക. ഓക്കെ, ഇതൊന്ന് ലൗഡായിട്ട് നിങ്ങൾ അറിയാൻ ശ്രമിക്കണം. വാട്ട് ഈസ് യുവർ കരിയർ കോൾ? അതൊരു ഒരു ഹയർ ജുഡീഷ്യറിയോ കോർപ്പറേറ്റ് ലോ എന്ന കരിയർ കോൾ ക്ലിയർ ആയിട്ടുണ്ടാകുമ്പോഴാണ് ക്ലാറ്റ് എക്സാമിൻ്റെ റെലവൻസ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുക. സോ ആഫ്റ്റർ മൈ സെഷൻ ഐ റിക്വസ്റ്റ് ദ പാരൻസ് സിറ്റ് ടുഗെദർ വിത്ത് യുവർ വാർഡ്, ഡിസ്കസ് എന്താണ് ഇതിൻ്റെ ഒരു സാധ്യത. അപ്പം നമ്മൾ നാട്ടിൽ പലതും കേൾക്കും, വക്കീൽ പണി ഭയങ്കര ടഫല്ലേ, എല്ലാവരും ഒന്നും സക്സസ്ഫുൾ ആവുന്നില്ലല്ലോ, എന്താ ഇപ്പം LLB എടുത്തിട്ട് ചെയ്യാൻ പോകുന്നത്, അതിന് ഇത്രയൊക്കെ പൈസ ചെലവാക്കി പഠിക്കണോ? ദീസ് ആർ ഓൾ ക്വസ്റ്റ്യൻസ് വിച്ച് ആക്ച്വലി ട്രബിൾസ് അസ്, റാദർ കൺഫ്യൂസസ്. അപ്പം അതൊന്ന് നിങ്ങൾ ഡീപ്പായിട്ട് തിങ്ക് ചെയ്യുക. ഐ വിൽ ഗിവ് യു സം സ്റ്റാറ്റിസ്റ്റിക്സ്. ലോ എന്ന കരിയറിൽ വരുന്ന മാറ്റങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് കൃത്യമായി ഷെയർ ചെയ്യും. അതിൻ്റെ മുന്നേ നിങ്ങൾ ഈ സെമിനാർ മുഴുവൻ വെബിനാർ കേൾക്കണമെന്ന് പറയാനുള്ള കാരണം, ഇതിൽ കാണുന്ന ചോദ്യങ്ങൾ നിങ്ങൾ മൈൻഡിൽ അവിടെ ഒന്ന് ഡിസ്കസ് ചെയ്ത്, ഞാൻ ചാറ്റ് ബോക്സിലൊന്നും ഇടാൻ പറയുന്നില്ല, ബിക്കോസ് ഇതിൽ +1 സ്റ്റുഡൻസ് ഇരിക്കുന്നുണ്ട്, +2 സ്റ്റുഡൻസ് ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ കറണ്ട് +2 സ്റ്റുഡൻസ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. 2024 ക്ലാറ്റ് ആണോ നിങ്ങൾ എഴുതുന്നത്, അതോ ക്ലാറ്റ് അഡ്മിഷൻ ആണോ? ബോത്ത് ആർ ഡിഫറെൻറ്റ്. +1 പഠിക്കുന്ന കുട്ടി ഏത് ക്ലാറ്റ് ആണ് എഴുതാൻ പോകുന്നത്? ഓക്കെ, ഇതിൻ്റെയൊക്കെ ആൻസർ ഡൗൺ ദ ലൈൻ ഐ വിൽ ബി ഷെയറിങ് വിത്ത് യു. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ്, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കാണോ നിങ്ങൾ ആസ്പയർ ചെയ്യുന്നത്, അതോ നാഷണൽ യൂണിവേഴ്സിറ്റി ആണോ? ആക്ച്വലി ക്ലാറ്റ് എക്സാം എപ്പോഴാണ് നടക്കുന്നത്? മെയ്യിലാണോ ഡിസംബറിലാണോ? എപ്പോഴാണ് ഞാൻ എഴുതേണ്ടത്? ഓക്കെ, എപ്പോൾ പ്രിപ്പറേഷൻ തുടങ്ങണം? ഒരു ജനറൽ ട്രെൻഡ് എന്താ? ലെറ്റ് മൈ +2 ബി ഓവർ, ഐ ആം ഓവർ ബേർഡൻഡ് ഓൾറെഡി, ഐ വിൽ സ്റ്റാർട്ട് പ്രിപ്പറേഷൻ. +2 പഠിക്കുന്ന കുട്ടിക്ക്. +1 പഠിക്കുന്ന കുട്ടി എന്താ ചിന്തിക്കുക? +1 ആയിട്ടല്ലേ ഉള്ളൂ, ഇത് കഴിയണ്ടേ, +2 ഒക്കെ കഴിയട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ വളരെ റെലവൻ്റ് ആണ്. നിയമം പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ക്ലാറ്റ് എഴുതണോ? ഒരുപാട് കുട്ടികൾ, I am not saying that they are not eligible to write CRAT or they are not entitled or അവർക്ക് അതിനുള്ള കാലിബർ ഇല്ല. അവർ ധരിച്ചിരിക്കുന്നത് കോഴിക്കോട് ലോ കോളേജിൽ കിട്ടാനും ക്ലാറ്റ് എഴുതണം എന്ന് തെറ്റിദ്ധാരണ ഉണ്ടാകാം. സോ വി വിൽ ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻ. ക്ലാറ്റിന്റെ പാറ്റേൺ 2021 ഓൺവേർഡ്സ് മാറി. ഈസ് ഇറ്റ് എ നോളജ് ടെസ്റ്റ് ഓർ എ സ്കിൽ ടെസ്റ്റ്? അപ്പൊ നീറ്റും കീമും എന്ത് എക്സാം ആണ്? പ്രൈമറിലി ഇറ്റ് ഈസ് എ നോളജ് ടെസ്റ്റ്. ഓഫ് കോഴ്സ് ആപ്ലിക്കേഷൻ ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ പോലും, എന്നാൽ ക്ലാറ്റിന്റെ ചേഞ്ചസ് എങ്ങനെയാണ് സംഭവിച്ചത്? കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഒരു ഏരിയ, ബി വെരി ഓണസ്റ്റ് യുവർ സെൽഫ്. നമ്മൾ +2 പഠിക്കുന്ന ക്യാമ്പസ് ലൈഫിൽ കറണ്ട് അഫയേഴ്സിന് വല്ല സ്പേസും ഉണ്ടോ, വല്ല സ്കോപ്പും ഉണ്ടോ? അപ്പൊ ആദ്യം നമ്മൾ ആൻസർ ചെയ്യാൻ പോകുന്നത്, വാട്ട് ആർ ദ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആഫ്റ്റർ ക്ലാറ്റ്? ഇത് കൺവിൻസ്ഡ് ആയാൽ മാത്രമേ നമ്മൾ മുന്നോട്ട് പോകേണ്ടതുള്ളൂ. ദാറ്റ് ഈസ് വൈ ഐ സെഡ് ലീവ് ഫ്രം വിതിൻ. ദാറ്റ് ആസ്പിരന്റ് ഷുഡ് ലീവ് ഫ്രം വിതിൻ. ഉള്ളിൽ നിന്ന് അയാൾ ഉണർന്ന് ജീവിക്കാൻ, so the decision you take today or in the coming days should help you to live throughout your life, not just do a course with Job Secura. Okay. കൺവെൻഷനൽ ഇതില് ലോന് ഇമ്പോർട്ടൻസ് വരുന്നുണ്ടോ എന്നുള്ളതിന് ജസ്റ്റ് വെൻ വി ലുക്ക് അറൗണ്ട് certain indications which I can confidently share. You see, IIT is non, or IIT is the hub of technical engineering education. എന്നാൽ IIT Kharagpur 2 വർഷമായിട്ട് they have entered into the field of law.
നോട്ട് ജസ്റ്റ് ജനറൽ ലോ. IIT Kharagpur ജനറൽ ലോ അല്ല കൊടുക്കുന്നത്, വളരെ അത് നിങ്ങൾക്ക് പഠിക്കാനുള്ളതല്ല കേട്ടോ. ഇറ്റ് ഈസ് ഓൺലി ആഫ്റ്റർ ഗ്രാജുവേഷൻ. ബട്ട് ലുക്ക് അറ്റ് ദ ട്രെൻഡ്. IIT ഈസ് എൻറ്ററിങ് ഇൻ ടു ലോ. വാട്ട് ഡസ് ദറ്റ് മീൻ? അതും ഫസ്റ്റ് ക്ലാസ് MBA കഴിഞ്ഞവരെയൊക്കെയാണ് അവർ ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലോയില് സ്കോപ്പ് ഉണ്ട് എന്നത് കൊണ്ടായിരിക്കുമല്ലോ IIT ലോ ഓഫർ ചെയ്യുന്നത്. നൗ യു ലുക്ക് അറ്റ് IIM സ്റ്റാർട്ടഡ് ഓഫറിംഗ് ലോ. ഓക്കെ, IIM റോത്തക്കാണ് ഇപ്പോൾ ക്ലാറ്റ് സബ്സ്ക്രൈബ് ചെയ്യുന്നത്. 5 ഇയർ ഇൻറ്റഗ്രേറ്റഡ് LLM പ്രോഗ്രാം, LLB പ്രോഗ്രാമാണ്, വേർ യു ഗെറ്റ് almost all the benefit of graduating as a management graduate from IIM, plus a properly professional degree in law. അപ്പോൾ ലോന് സ്കോപ്പ് ഉണ്ട് ആസ് ഗുഡ് ആസ് മാനേജ്മെന്റ് എന്ന് കാണുന്നതുകൊണ്ടാണ് IIM ഇത് റോത്തക്കിന്റെ ഒരു ട്രെൻഡ് സെറ്റർ ആണ്. എൻ്റെ ഒരു ഗട്ട് ഫീലിംഗിൽ മോർ IIMs ആർ ഗോയിങ് ടു കം അപ്പ് വിത്ത് പ്രോഗ്രാംസ് കണക്റ്റഡ് വിത്ത് ലോ. കാരണം somewhere I read the total legal expenses invested by Amazon in India is running into thousands of crores. അവരുടെ ആനുവൽ ബഡ്ജറ്റിൽ വക കൊള്ളിച്ചത് തന്നെ 2000-3000 കോടിയോ മറ്റെയാണ്. നോട്ട് ജസ്റ്റ് ലീഗൽ ഫീസ്, ലീഗൽ കംപ്ലയൻസസും അതിനൊക്കെ അവർ അടച്ചിട്ടുള്ളത് നോക്കുമ്പോൾ ഇറ്റ്സ് എ ഹ്യൂജ് എമൗണ്ട്. സോ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ മാനേജ്മെന്റ് ഡിസ്പ്യൂട്ട് നൗ ഡേയ്സ്. ഒരു ഓൺലൈനിൽ ഒരു പർച്ചേസ് നടന്നിട്ട് അത് കംപ്ലീറ്റ് ആയില്ലെങ്കിൽ അവിടെ ലീഗൽ ഇഷ്യൂസ് ഉണ്ട്. നൗ യു സി നാഷണൽ ലോ സ്കൂൾ ബാംഗ്ലൂർ ഡബിൾഡ് ദെയർ സീറ്റ്സ്. 60 സീറ്റുമായിട്ട് കൺവെൻഷനലി ലാസ്റ്റ് 50 odd years ഉണ്ടായിരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞ വർഷം ഡബിൾ ആക്കി. ഏത്? 5 year കോഴ്സ്. നാഷണൽ ലോ സ്കൂൾ ബാംഗ്ലൂർ വാസ് നോട്ട് അറ്റ് ഓൾ ഹാവിങ് 3 year കോഴ്സ്. കഴിഞ്ഞ വർഷം അവർ 3 year കോഴ്സിലേക്ക് എൻ്റർ ചെയ്തു. ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് 3 year മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദേ ഹാവ് സ്റ്റാർട്ടഡ് 5 year LLB കോഴ്സ് ആൻഡ് ഡൽഹി യൂണിവേഴ്സിറ്റി ഇസ് നൗ സബ്സ്ക്രൈബിംഗ് ടു ക്ലാറ്റ്. അപ്പം ഈ കേരളത്തിന്റെ പുറത്ത് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ, നാഷണൽ ലോ സ്കൂൾ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരാൾക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ 120 സീറ്റ്സ് പുതിയത് വന്നിട്ടുണ്ട്. ഡൽഹി യൂണിവേഴ്സിറ്റി സബ്സ്ക്രൈബ് ചെയ്യുന്നതും, ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് സെപ്പറേറ്റ് എക്സാം ഉണ്ടായിരുന്നു, അതെല്ലാം അവർ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ 5 year കോഴ്സാണ് കേട്ടോ ഞാൻ പറയുന്നത്. 3 year അവർ CUET ആണ് നടത്തുന്നത്. ഈ ഇതിലെ പരീക്ഷ 3 year നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല. വാട്ട് ഐ എം സജസ്റ്റിംഗ് ഈസ് ദാറ്റ് പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, management institutes getting into law, IITs getting into law, existing law institutes doubling their seats, starting new courses in law, that clearly indicates people coming with law as their basic education is in demand. അപ്പോൾ കൺവെൻഷണൽ ലോ പണ്ട് നമ്മളുടെ മുന്നിൽ വക്കീലാവുക, കോടതിയിൽ പോവുക, നമ്മളെ മാരാർ ഫ്രം ഡൽഹി, മമ്മൂട്ടി പറന്നിറങ്ങുക, അല്ലേ? ഇതെല്ലാം നമ്മളെ കോൾമേർ കൊള്ളിച്ച പുതിയ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. നേര് കണ്ടിട്ട് നമുക്ക് ഇതാവാം. ജയ്ബീം കാണുമ്പോൾ നമുക്ക് തോന്നാം വക്കീലാവണം. കോർട്ട് സീൻസ് ആർ ഓൾ ഇൻസ്പയറിങ് യു. അത് ഒരു ട്രഡീഷണൽ എവന്യൂ ആയിരുന്നു. ഇന്ന് അതിന് പുറമെ കോർപ്പറേറ്റ് ലോ എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ക്യാമ്പസ് പ്ലേസ്മെന്റ് ധാരാളം നടക്കുന്ന ഒരു സംഗതിയാണ്. IIMസിൽ നിന്ന് നടക്കുന്ന പോലെ തന്നെ പ്രീമിയം ലോ സ്കൂൾസിൽ നിന്ന് ഇത് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ട്രഡീഷണൽ പ്രാക്ടീസിന് പോകാം. ദർ ആർ certain specific departments which require legal professionals mandatorily. ഡിഫൻസിൽ ലോ പ്രൊഫഷണൽസിന് മാത്രമായിട്ട് മാറ്റി വെച്ചിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. യു ക്യാൻ ഗെറ്റ് ഇൻ ടു ടീച്ചിങ്. ഇതിൻ്റെ ഒരു സ്പെക്ട്രം നിങ്ങൾ നോക്കുമ്പോൾ ഇതിൽ നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിരുന്നത് ലിറ്റിഗേഷൻ ആസ് അഡ്വക്കേറ്റ്സ് ആയിരുന്നു. ഒരു കാലത്ത് ലിറ്റിഗേഷൻ ആസ് അഡ്വക്കേറ്റ്സ് ആയിരുന്നു. ഇപ്പം മീഡിയ ആൻഡ് അഡ്വക്കസി ഭയങ്കര ലിങ്ക്ഡ് ആണ്. ലോ ആൻഡ് മീഡിയ, യു സി ഇറ്റ്സ് എൻ എമർജിങ് തിങ്. Because once a verdict from the Supreme Court, setting aside or stating that Article 370 set aside either it's a right decision or we are not interfering എന്ന് പറയുമ്പോൾ
hours of എന്താ പറയുക ഡിസ്കഷനാണ് ഹാപ്പൺ ചെയ്യുന്നത്. പീപ്പിൾ ഓഫ് സെയിം സെക്സ്, വെദർ ദേ ക്യാൻ മാരി, വെദർ ദേ ക്യാൻ അഡോപ്റ്റ് കിഡ്സ്, സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം അവർക്ക് കല്യാണം കഴിക്കുമോ, ഈ ചർച്ചയൊക്കെ വരുമ്പോൾ ലോ ആൻഡ് മീഡിയ ഇന്ന് വലിയൊരു ഏരിയയാണ്. ലീഗൽ പ്രോസസ് ഔട്ട്സോഴ്സിങ്. This is a very simple thing, my friends, because if somebody in UK want to renew his license agreement or rent agreement, അവിടെ ഒരു ലോയറെ if you want to engage or no ഈ ലൈസൻസ് എഗ്രിമെന്റ് എഴുതണമെങ്കിൽ you will have to pay £100 or £150. ഇപ്പൊ LPO എന്താ സംഭവിക്കുന്നത്? The details are sent to a lawyer in India. If you are good in English, you are proficient in English, our edge is that we also know British law, we also know British language. ബ്രിട്ടീഷ് ലോ പല കോമൺവെൽത്ത് കൺട്രീസിലും സെയിം ആണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അവർ അവിടുന്ന് ഡീറ്റെയിൽസ് ഇങ്ങോട്ട് അയച്ചു തന്നാൽ നമ്മൾ ഇവിടുന്ന് ലീഗൽ ലൈസൻസ് എഗ്രിമെന്റ് എഡിറ്റ് ചെയ്ത് അയച്ചു കൊടുത്താൽ, ഇഫ് യു പേ എൻ ഇന്ത്യൻ ലോയർ ₹5,000 or even ₹10,000 ഫോർ എഡിറ്റിംഗ് ഇറ്റ്, അവിടെ അവർ ചാർജ് ചെയ്യുന്നുണ്ടാവുക 25,000 or 30,000 ആയിരിക്കും. ഐ എം നോട്ട് സ്പീക്കിംഗ് അബൌട്ട് ദ മണി ആസ്പെക്ട്. ദ വേൾഡ് ഈസ് ഫ്ലാറ്റ് എന്ന ഫ്രീഡ്മാൻ്റെ പുസ്തകത്തിന് ശേഷം എല്ലാ പ്രൊഫഷൻ്റെയും ബാരിയേഴ്സ് ബ്രേക്ക് ആവുകയാണ്. സോ ഫോറിൻ ലോ ഫോംസ് ഇന്ത്യയിലേക്ക് വരും. അപ്പോൾ ഇതിൻ്റെ ഒരു ഇത് നോക്കിയാൽ നൗ യു സീ ദ പെർസെൻറ്റേജ് ഓഫ് ലിറ്റിഗേഷൻ ഹാസ് കം ഡൗൺ. ഐ എം നോട്ട് എൻഡേഴ്സിങ് അതൊരു നല്ല ട്രെൻഡാണെന്നോ, അത് ആ ഡിബേറ്റിന് ഞാനില്ല. അങ്ങനെ പറയുന്നവരുണ്ട്. ഈ കോർപ്പറേറ്റ് ലോ ഇവിടുന്ന് പഠിച്ചിറങ്ങിയിട്ട് അവർ ജുഡീഷ്യറിക്ക് സംഭാവന ചെയ്യുന്നുണ്ടോ? ദാറ്റ്സ് എ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ ഇന്ന് നോക്കിയാൽ ഇന്ത്യൻ ലോ ഫേംസ് ആർ അബ്സോർബിങ് ഓൾമോസ്റ്റ് 30 to 40% ഓഫ് ദി ലോ സ്റ്റുഡൻസ്. ഇതൊന്നും തെറ്റിദ്ധരിക്കരുത്. നാഷണൽ ലോ സ്കൂളിൽ കയറി എന്ന് വിചാരിച്ചിട്ട് എല്ലാവരെയും ഡിലോയിഡും പ്രൈസ് വാട്ടർ ഹൗസ് ഒന്നും എടുക്കാൻ പോകുന്നില്ല, ബിഗ് ഫൈസ് ഒന്നും എടുക്കാൻ പോകുന്നില്ല. എവ്രിബഡി വിൽ ബി ഓട്ടോമാറ്റിക്കലി സെലക്റ്റഡ് എന്നല്ല. കോഴിക്കോട് ലോ കോളേജിൽ പഠിച്ചാലും മിടുക്കുള്ളവൻ വലിയ വലിയ കോർപ്പറേറ്റ് ഫേംസിൽ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഐ എം എ പ്രൗഡ് പ്രൊഡക്റ്റ് ഓഫ് ഗവൺമെന്റ് ലോ കോളേജ് കാലിക്കറ്റ്. ഐ വിൽ നെവർ ഡിസോൺ. അതല്ല ഞാൻ പറയുന്നത്. ഇത് അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഈ കരിയർ ആസ്പിറേഷൻ ഉണ്ടെങ്കിൽ ഇഫ് യു ലുക്ക് അറ്റ് ദി സ്റ്റാറ്റിസ്റ്റിക്സ്, ഫോറിൻ ലോ ഫോംസ് ഇന്ത്യൻ ലോ ഫോംസ് ഓൾമോസ്റ്റ് 70% അവിടുത്തെ ഒരു ടോപ്പ് സ്റ്റുഡൻസിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. ലിറ്റിഗേഷൻ എന്നത് കുറഞ്ഞു വരികയാണെങ്കിലും ഇന്ത്യൻ കമ്പനീസിൽ മാൻഡേറ്ററിലി ഇനി ലീഗൽ ഇഷ്യൂസ് കംപ്ലയൻസസ് ആർ ഗെറ്റിംഗ് വെരി ടഫ്. എല്ലാം ഓൺലൈനിലാണ്. എവ്രിതിങ് ഈസ് അണ്ടർ സ്കാനർ, എവ്രിതിങ് ഈസ് ലിങ്ക്ഡ്. ഐ സെൽ എ പ്രോപ്പർട്ടി, ഇറ്റ് ഈസ് ഓട്ടോമാറ്റിക്കലി റിഫ്ലക്റ്റഡ്. പണ്ടത്തെ പോലെ എൻ്റെ ഒരു സ്വത്തുണ്ട്, ഞാനത് അങ്ങ് വിറ്റു. ഇന്നത്തെ കാലത്ത് പറ്റില്ല. വക്കീലിൻ്റെ അടുത്ത് പോയി ചോദിക്കുമ്പോൾ ഹി വിൽ ഗിവ് അഡ്വൈസ്, നിങ്ങൾക്ക് വിൽക്കാം, പക്ഷെ ഇതിൻ്റെ ടാക്സ് ആസ്പെക്റ്റും കൂടെ ചെക്ക് ചെയ്യണം. 3 വർഷത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് വരും. ഈ ജനറൽ നോളജ് എന്നുള്ളത് ലീഗൽ പ്രൊഫഷനിൽ കൂടി വരുന്നുണ്ട്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പാർട്ട് ഐ വുഡ് ലവ് ടു കവർ. ഇഫ് ദ ക്വസ്റ്റ്യൻ ഈസ് വൈ ഷുഡ് ഐ ഡു ക്ലാറ്റ്, ആൻസർ ഈസ് റിലേറ്റീവ്ലി സ്ട്രോങ്. എന്തുകൊണ്ടെന്നാൽ നമുക്ക് നോക്കിയാൽ കാണാം ഇതിൻ്റെ ഇത് കൂടി വരുന്നുണ്ട്, സാധ്യതകൾ കൂടി വരുന്നുണ്ട്. സോ ഐ തിങ്ക് ദാറ്റ് പാർട്ട് യു ആർ ക്ലിയർ. ഇതുകൊണ്ട് ചാടിക്കേറി വക്കീലാവാം അല്ലെങ്കിൽ ലോ പഠിക്കാന്നല്ല ഞാൻ പറയുന്നത്. ഇങ്ങനത്തെ കോർപ്പറേറ്റ് ഫേംസിലേക്കും ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ, ഹയർ ജുഡീഷ്യറിയിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ, ഹയർ ജുഡീഷ്യറിയിൽ പ്രാക്ടീസിന് നോക്കുന്നുണ്ടെങ്കിലാണ് നമ്മൾ ക്ലാറ്റ് നോക്കേണ്ടത്. ഞാൻ അതുകൊണ്ട് രണ്ടും ഇവിടെ കാണിക്കുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ സ്റ്റേറ്റ് LLB ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ ഈ വെബിനാറിൽ അതിനെക്കുറിച്ച് പറയുന്നില്ല. ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് റൂട്ട് മൈ ഗുഡ് ഫ്രണ്ട്സ്. 1 lakh പീപ്പിൾ കഴിഞ്ഞ കൊല്ലം അപ്ലൈ ചെയ്തു ക്ലാറ്റിന്. 4000 രൂപയാണ് അപ്ലിക്കേഷൻ ഫീ. നമ്മൾ അറിയാതെ പോയിട്ട് വെറുതെ ഒരു 4000 രൂപ അടച്ചു പോകരുത്. സ്റ്റേറ്റ് LLB വേറെ തന്നെ എക്സാമാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മൾക്ക് എഴുതാവുന്ന സ്റ്റേറ്റ് LLB പരീക്ഷകൾ ഏതാണ്, അതിൻ്റെ റൂട്ട് വേറെയാണ്. ഇവിടെ ഇപ്പം നമ്മൾ ബാക്കി അരമണിക്കൂറിൽ ചർച്ച ചെയ്യുന്നത് നാഷണൽ LLB മാത്രമാണ്. ഓക്കെ, അത് രണ്ടും രണ്ട് കാര്യമാണ്.
ക്ലീക്ക് പ്രിപ്പയർ ചെയ്താൽ, കേരള ലോ എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്താൽ ക്ലാറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. ക്ലാറ്റിന് പ്രിപ്പയർ ചെയ്താൽ ക്ലീ ക്രാക്ക് ചെയ്തോളണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ബിക്കോസ് ക്ലീ ഈസ് എ നോളജ് ബേസ്ഡ് എക്സാം. ക്ലാറ്റ് ഈസ് എ കോംപ്രിഹെൻഷൻ സ്കിൽ ബേസ്ഡ് എക്സാം. അപ്പൊ അങ്ങനെ തെറ്റിദ്ധരിച്ച് നിങ്ങൾ ട്രെയിനിങ് എടുക്കരുത്. ക്ലാറ്റിന് അങ്ങ് ചേരട്ടെ, പിന്നെ വഴിയെ നോക്കിയിട്ട് ക്ലീ ചെയ്യാം. അത് ഒരു ബാക്കപ്പ് ഓപ്ഷൻ ആണ്. കുട്ടികൾ ദയവ് ചെയ്ത് അത് ചിന്തിക്കും വേണം. ക്ലാറ്റ് കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓവർ ഡെസ്പായിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഈ വെബിനാറിൽ നമുക്ക് ക്ലാറ്റ് എന്താണെന്ന് മനസ്സിലാക്കാം. ക്ലീ വരുന്നതിന് കുറച്ചും കൂടെ സമയം എടുക്കും. പക്ഷെ ക്ലാറ്റിന്റെ പ്രിപ്പറേഷൻ നമുക്ക് വൈകിക്കൂടാ. അതാണ് ഇനി നമ്മൾ അറിയാൻ പോകുന്നത്. ഓക്കെ, ഞാൻ നേരത്തെ ചോദിച്ചായിരുന്നു ക്ലാറ്റ് നാഷണൽ യൂണിവേഴ്സിറ്റിയിലേക്കാണോ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കാണോ എന്ന്. ആർക്കെങ്കിലും ചാറ്റ് ബോക്സിൽ ഇടാവോ, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയാവോ? സർ, നാഷണൽ യൂണിവേഴ്സിറ്റി. അപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി നാഷണൽ യൂണിവേഴ്സിറ്റിയും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടോ? എനിക്ക് ചാറ്റ് ബോക്സിൽ വ്യത്യസ്തമായ വ്യത്യാസം വന്നിട്ടുണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റി കേരളത്തിൽ ഇപ്പൊ കാസർഗോഡും പാടൻ ക്ലിയർ ആയില്ല? സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കല്ല കേട്ടോ ക്ലാറ്റ്, അതിന് CUET ആണ് എഴുതേണ്ടത്. അപ്പൊ ഞങ്ങൾ അത് വിചാരിച്ചിട്ട് ക്ലാറ്റിന് പൈസ അടച്ചു പോയി എന്ന് പറയുന്നവരുണ്ട്. 4000 രൂപ വെറുതെ പോകും. അപ്പൊ വരുന്ന സ്ലൈഡുകളിൽ ഞാൻ ഈ ചെറിയ ചോദ്യങ്ങളാണ് ആൻസർ ചെയ്യുന്നത്. നമ്മൾ 2024 3 ഡേറ്റ് കണ്ടിട്ട് ദയവേത് കൺഫ്യൂസ്ഡ് ആവരുത്. ഇത് ക്ലിയർ ആയിട്ട് കേൾക്കുക. നിലവിൽ +2 പഠിക്കുക, അതായത് ഇപ്പൊ മാർച്ചിൽ +2 പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടിയുണ്ടല്ലോ, അവരൊന്ന് ശ്രദ്ധിക്കുക. അവർ ഏത് ക്ലാറ്റാണ് എഴുതേണ്ടത് അല്ലെങ്കിൽ എഴുതേണ്ടിയിരുന്നത്? അതായത് ഗുഡ് 2024 ക്ലാറ്റാണ്. ഷാരോൺ എഴുതിയായിരുന്നോ? ഇല്ല സർ, ഞാൻ 11th. ആ 2024 അഡ്മിഷൻസിലേക്കുള്ള ക്ലാറ്റ് ആയിരുന്നു എഴുതേണ്ടിയിരുന്നത്. അത് എന്നായിരുന്നു എഴുതേണ്ടിയിരുന്നത്? ഡിസംബർ ഡിസംബർ 2023. അപ്പൊ 23-ല് ഇപ്പൊ +2 പഠിക്കുന്നവർ എഴുതേണ്ടതായിരുന്നു. ഇനി നിങ്ങൾ എഴുതിയിട്ടില്ലെങ്കിൽ വറീഡ് ആവണ്ട. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഇനി എന്താ ഓപ്ഷൻ ഉള്ളത്? 24 ഡിസംബറിലെ ക്ലാറ്റ് എക്സാം നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, പക്ഷെ അപ്പം നമ്മൾ എന്താ ചെയ്യുക? +2 കഴിഞ്ഞ് നമ്മളുടെ ഡെയിലി ബാച്ചിന്, റെഗുലർ കോഴ്സിന് നമ്മളടുത്ത് വരിക, അല്ലെങ്കിൽ യു സ്റ്റാർട്ട് പ്രിപ്പയറിങ്. ഞാൻ വളരെ സിമ്പിളായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, പാരൻസ് ബി വെരി ക്ലിയർ, ക്ലാറ്റ് എക്സാം ഈസ് നോട്ട് ഹാപ്പണിങ് ആഫ്റ്റർ +2 എക്സാം. ക്ലാറ്റ് എക്സാം ഈസ് ഹാപ്പണിങ് ബിഫോർ +2 എക്സാം ഇൻ ദി മന്ത് ഓഫ് ഡിസംബർ. ഇതൊരു നമുക്ക് പരിചയമില്ലാത്ത പാറ്റേൺ ആണ്. ക്ലീ ആയാലും നീറ്റ് ആയാലും കീം ആയാലും എവറിത്തിങ്. ഓഫ് കോഴ്സ് നോട്ടിഫിക്കേഷൻ വരുമെങ്കിൽ എക്സാംസ് ആർ ഹാപ്പണിങ് ആഫ്റ്റർ യുവർ +2. അപ്പൊ ഇത് ഗുണമാണോ ദോഷമാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ. പരീക്ഷ നടത്തുന്ന കൺസോർഷ്യം പറയുന്നത് ഡിസംബറിൽ ക്ലാറ്റിന്റെ പ്രഷർ അങ്ങോട്ട് കഴിഞ്ഞോട്ടെ. ഓക്കെ, എന്നിട്ട് കുട്ടി +2 പരീക്ഷ കൂളായിട്ട് എഴുതിക്കോട്ടെ. അവർക്ക് ഈ എൻട്രൻസിന്റെ തലവേദനയും പ്രഷറും വേണ്ട. ഇതാണ് അതിന്റെ ഒബ്ജക്റ്റീവ്. ഐ ഓൺ വൺ സൈഡ് ഇറ്റ് ഈസ് ഗുഡ്. പക്ഷേ നമ്മളുടെ ഒരു ട്രെൻഡ് വെച്ചിട്ട് +2 കഴിയാതെ ഇതിലേക്ക് നോക്കാൻ നമ്മൾ അത്ര കോൺഫിഡൻ്റ് അല്ല. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താ? ക്ലാറ്റ് എക്സാം നടക്കുന്നത് ഡിസംബറിലാണ്. ക്ലാറ്റ് നാഷണൽ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള എക്സാം ആണ്. അപ്പോൾ എപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങണം? ഓക്കെ, ഈ ചോദ്യം നമുക്കൊന്ന് നോക്കാം. ഇപ്പം ഞാൻ പറഞ്ഞു നമ്മളെ മുന്നിൽ ഇനി ഫസ്റ്റ് എക്സാം വരുന്നത് ഡിസംബർ 2024-ലാണ്. ഇപ്പം ഇന്ന് ജനുവരി ആയതുകൊണ്ടാണ് നമുക്കിങ്ങനെ
ഡിസംബർ, ഈ ഡിസംബർ തന്നെയാണ് മൈ ഫ്രണ്ട്സ്, ഈ ഇയറിലെ ഡിസംബർ ആണ്. പക്ഷെ ഇൻടേക്ക് നടക്കുക 25 ജൂലൈയിലേ ഉള്ളൂ. കാരണം അപ്പോഴേ നിങ്ങളുടെ +2 റിസൾട്ട് വരുള്ളൂ. ആർക്ക്? ഇപ്പൊ +1 പഠിക്കുന്നവർക്ക്. ഇപ്പൊ +1 പഠിക്കുന്ന മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ പ്രിപ്പറേഷൻ ഇപ്പോഴേ തുടങ്ങണം. കാരണം +1ന്റെ വെക്കേഷൻ വരുമല്ലോ, നിങ്ങൾക്ക് ഒരു ബ്രേക്ക് കിട്ടുമല്ലോ. ആ സമയത്തെ നിങ്ങൾക്ക് റിഗറസ് പ്രിപ്പറേഷനുള്ള സമയം കിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജൂണിൽ സ്കൂൾ തുറക്കുമ്പോൾ നിങ്ങൾ +2 സ്റ്റുഡൻ്റ് ആയി. ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ 6 മാസം കഴിയുമ്പോൾ നിങ്ങളുടെ ആദ്യത്തെ ഈ ക്ലാറ്റ് എക്സാമിന് നിങ്ങൾ റെഡി ആയിരിക്കണം. പക്ഷെ ജൂൺ, ജൂലൈ, ആഗസ്റ്റിൽ നമുക്ക് സ്കൂൾസിൽ പോകേണ്ടി വരും. ഏപ്രിൽ, മെയിൽ വെക്കേഷൻ വരുമ്പോൾ നമ്മളിവിടെ, അതുകൊണ്ടാണ് ഈ വർഷം നേരത്തെ തന്നെ തുടങ്ങുന്നത്. സ്റ്റാർട്ട് പ്രിപ്പയറിംഗ് ഫ്രം +1 ഇറ്റ് സെൽഫ്. അപ്പോൾ +2ന് 23 ഡിസംബറിൽ എഴുതാതെ പോയവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. നിങ്ങളുടെ മുന്നിലും ഇനി എന്തേ ഓപ്ഷൻ ഉള്ളൂ? ബെസ്റ്റ് ഓപ്ഷൻ ഈസ് 2024 ഡിസംബറിൽ അപ്പിയർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ നിങ്ങൾ ഇതിന് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞ ടെൻഷൻ ആവും. അത് വേണ്ട. നിങ്ങളുടെ പരീക്ഷ കഴിഞ്ഞാൽ ഏപ്രിൽ ഓൺവേർഡ്സ് സ്റ്റാർട്ട് ടേക്കിംഗ് പ്രിപ്പറേഷൻ. ഏപ്രിൽ മുതൽ ഡിസംബർ വരെ 7 to 8 months ലോങ് ടേം പ്രിപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഡിസംബർ 24 പരീക്ഷ എഴുതാൻ രീതിയിൽ +1കാരും +2കാരും പ്ലാൻ ചെയ്യാം. ഇനി പേഴ്സണലി പലർക്കും സംശയം ഉണ്ടാവും. സെഷന് ശേഷം ഞാൻ ഇൻഡിവിജ്വൽ മറുപടികൾ, സർ എൻ്റെ മോൾക്ക് ഇത് പറ്റുമോ എന്ന് പറയാൻ, അങ്ങനെ എനിക്ക് പറയാൻ അതല്ല. നമ്മളുടെ നമ്പർ അവൈലബിൾ ആണ്, യു ക്യാൻ കോൾ. ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം തന്നെ കുട്ടി അറിഞ്ഞുകൊണ്ടായിരിക്കണം ഈവൺ അപേക്ഷിക്കുന്നത് വരെ. ഒരു 4000 രൂപ ഒരു കുട്ടിയുടെ സേവ് ചെയ്യാൻ പറ്റിയ വി വിൽ ബി ഹാപ്പി. അപ്പോൾ ഒന്നും ഓർമ്മയില്ലെങ്കിലും ഡിസംബറിൽ ഇതിൻ്റെ എക്സാം നടക്കും, ഓഗസ്റ്റിൽ നോട്ടിഫിക്കേഷൻ വരും. ഓക്കെ, അപ്പോൾ നമ്മൾ +2 കഴിയാൻ കാത്തു നിന്ന ഇത് എത്രയോ പേര് എനിക്ക് കോൾ ചെയ്യാറുണ്ട് ഏപ്രിൽ, മെയിൽ. സർ നമ്മൾ ക്ലാറ്റ് ഉദ്ദേശിക്കുന്നുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ക്ലാറ്റ് ഡിസംബറിൽ കഴിഞ്ഞു, ഇനി അടുത്ത കൊല്ലത്തെ ക്ലാറ്റിനെ പറ്റുള്ളൂ. അങ്ങനെ സംഭവിക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്താ വെച്ചാൽ, ക്ലാറ്റ് എക്സാം ഈസ് ഹാപ്പനിങ് ബിഫോർ യുവർ +2 ആനുവൽ എക്സാം. അപ്പോൾ +2 റിസൾട്ടിന് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. +1 സ്റ്റുഡൻസ് ഇപ്പോൾ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താൽ അത് ഗുണമുണ്ടാകും. എന്തുകൊണ്ട്? ഒരു അക്കാഡമിക് ഇയർ മിസ് ചെയ്യുന്നത് നമുക്ക് ഒഴിവാക്കാം. അതാണ് ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്. രണ്ടാമത്, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ നാഷണൽ NLSUs, നാഷണൽ സ്കൂൾ ബാംഗ്ലൂർ, NLSU കൊച്ചിൻ, ഇതെല്ലാം നാഷണൽ യൂണിവേഴ്സിറ്റീസ് ആണ്. നാഷണൽ യൂണിവേഴ്സിറ്റീസ് എല്ലാം ഓട്ടോണമസ് യൂണിവേഴ്സിറ്റീസ് ആണ്. ഓട്ടോണമസ് യൂണിവേഴ്സിറ്റീസ് പലതും ബാർ കൗൺസിലിൻ്റെയൊക്കെ ഏജീസിലും പാട്രണേജിലുമാണ് ഇതെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഗവൺമെൻറ് എയ്ഡ് ഇല്ലാത്തത് കൊണ്ട് ഇതിൻ്റെ ഫീ മുഴുവൻ കുട്ടികളിൽ നിന്ന് തന്നെയാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നത്. ഇപ്പം ക്ലാറ്റിൻ്റെ ഫീ താരതമ്യേന കൂടുതലാണ്. കേരളത്തിൽ ആകെ ഒരു നാഷണൽ യൂണിവേഴ്സിറ്റിയേ ഉള്ളൂ. അപ്പം നമ്മൾ കേരളത്തിന് പുറത്തു പോകാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ മാത്രമേ നമുക്കത് ചിന്തിക്കാൻ പറ്റുള്ളൂ. അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നിലവിൽ ക്ലാറ്റിന് ഏജ് ലിമിറ്റ് ഇല്ല. സുപ്രീം കോടതിയുടെ കൺസിഡറേഷൻ ഉണ്ട്. പക്ഷേ ഏജ് ലിമിറ്റിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന രീതിയിലാണ് ചർച്ചകൾ നടക്കുന്നത്. അപ്പം നമുക്ക് +2ന് ക്വാളിഫൈ എക്സാമിലേക്ക് 45% ജനറലാവുമ്പോൾ മറ്റ് റിസർവേഷൻ ഉണ്ടെങ്കിൽ 40% വേണ്ടത്. അപ്പോൾ ഒരു കാര്യം വളരെ ക്ലിയർ ആണ്, +2ൻ്റെ മാർക്ക് എത്ര കൂടിയാലും ഇവിടെ റെലവൻ്റ് അല്ല. യു നീഡ് ടു ഹാവ് ഓൺലി ദി എലിജിബിലിറ്റി മാർക്ക്. ഇതൊരു വലിയ ചാലഞ്ചാണ്. ഐ ആം നോട്ട് സജസ്റ്റിംഗ് +2 പരീക്ഷയിൽ A+ വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് കുറച്ച് സമയം നമ്മൾ ഇതിന് ഡിവോട്ട് ചെയ്താലേ കൊല്ലം നഷ്ടപ്പെടാതെ നാഷണൽ ലോ സ്കൂളിൽ കയറാൻ പറ്റുള്ളൂ. മറ്റേ പരീക്ഷയുടെ അഡ്വാൻറ്റേജ് എന്താ മൈ ഫ്രണ്ട്സ്? ബയോളജിയും കെമിസ്ട്രിയും ഫിസിക്സും നിങ്ങൾ അവിടെ പഠിക്കുന്നുണ്ട്. ആ പഠിപ്പിലെ വേറൊരു ഡയമെൻഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നീറ്റിലും കീമിലും വരുന്നത്, അല്ലേ? മാത്തമാറ്റിക്സ്.
ഇവിടെ അങ്ങനെയല്ലല്ലോ. അത് സബ്ജക്ട്സ് നോക്കുമ്പോൾ ഞാൻ ചോദിക്കാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, 24 നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസ് നിലവിലുണ്ട്. എല്ലാത്തിൻ്റെയും പേര് ഇവിടെ ഇട്ടിട്ടില്ല. അതിൽ ടോപ്പ് എന്ന് പറയുന്നത് ടോപ്പ് 5 അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ബാംഗ്ലൂർ, ഹൈദരാബാദ്, ഭോപ്പാൽ, കൽക്കട്ട ഉണ്ട് അതിൽ. നമ്പർ 3 ഐ തിങ്ക് 3 or 4. കൽക്കട്ട ഇസ് ദർ. വെസ്റ്റ് ബംഗാൾ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ജുഡീഷ്യൽ സർവീസ്, NLU ജോധ്പൂർ. കൊച്ചി നുവാൽസും എഫോർഡബിലിറ്റി കൊണ്ടും ദൂരെ അയക്കാനൊക്കെ മടിയുണ്ടെങ്കിൽ പരിഗണിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. 12th റാങ്കിങ് ആണെങ്കിൽ പോലും എൻ്റെ അറിവിൽ അവിടെ പഠിച്ച കുട്ടികൾക്ക് അങ്ങനെ കേരളത്തിലെ മൊത്തം എല്ലാം മോശമാണ് എന്ന് ധരിക്കേണ്ട. നാഷണൽ ലോ സ്കൂളിൽ 60% കുട്ടികളും നോർത്ത് ഇന്ത്യൻസ് ആണ് വരുന്നത്, റാങ്ക് വൈസ് വരുന്നത്. അപ്പോൾ അവിടുത്തെ പിയർ ഗ്രൂപ്പും പിന്നെ ഹൈക്കോടതി ഈസ് നിയർ ബൈ, സോ ദേ ആർ ഗെറ്റിംഗ് ഗുഡ് എക്സ്പോഷർ എന്നതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്ക്. ഇതൊക്കെ ജനറൽ കാര്യങ്ങളാണ്. As of now, we are having roughly 3,200 seats. Last year, there was a huge jump in the number of applicants. ഏകദേശം 35,000 40,000 കുട്ടികൾ ക്ലാറ്റ് എഴുതുന്നത് കൂടിയിട്ടുണ്ട്. ക്വൈറ്റ് സർപ്രൈസിങ് തന്നെയാണ്. 120 ക്വസ്റ്റ്യൻസ് ഉള്ള 120 മാർക്സ് ഉള്ള ഒരു എക്സാമിൽ 108 ടോപ്പ് സ്കോറായി വന്നു. ഇതിൽ നിന്ന് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിൻ്റെ എക്സാം പാറ്റേൺ ഭയങ്കരമായി ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ട്. Other entrance exams are standardized. So their pattern is already published. This is how it is going to happen. ബിന്ദു മാഡത്തിന് എന്തോ ചോദിക്കാനുണ്ടോ? ബിന്ദു, you were raised. I think after the session better we ask the questions. എനിക്ക് പറയുന്നതൊക്കെ ഞാൻ അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇട്ടാലും മതി. വി വിൽ ബി നോട്ടിങ് ഇറ്റ്. ഓക്കെ, വലിയൊരു നമ്പർ ജമ്പ് കഴിഞ്ഞ കൊല്ലം ക്ലാറ്റിൻ്റെ ആസ്പിരൻസ് എന്ന് ഞാൻ പറയില്ല കേട്ടോ, അവിടെയാണ് ഞാൻ പറയുന്നത്. ഇതിലൊരു 10-20% ചിലപ്പോൾ അറിയാതെ അപ്ലൈ ചെയ്തതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. നമ്മളൊരു ട്രെൻഡ് നോക്കിയിട്ട് പറയാം. ഞങ്ങൾ ക്ലിയർ ആയിരുന്നു ഉദ്ദേശിച്ചത്, എനിവേ ക്ലാറ്റ് അപ്ലൈ ചെയ്തുകൊണ്ട് പോയി എഴുതുന്നു എന്ന് പറയുന്നു. ഓക്കെ, ക്ലാറ്റ് 150 ക്വസ്റ്റ്യൻസിൽ നിന്ന് ആദ്യം 200 ആയിരുന്നു, 150ലേക്ക് വന്നു, ഇപ്പോൾ 120 ക്വസ്റ്റ്യൻസിലേക്ക് വന്നു. ഇറ്റ്സ് എ 2-hour എക്സാം. ഇറ്റ്സ് എ പേപ്പർ പെൻസിൽ എക്സാം. ഞാൻ വളരെ ഏണസ്റ്റ് ആയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു, ഇത് കഴിഞ്ഞ കൊല്ലത്തെ പേപ്പറാണ്, ഇത് നെറ്റിൽ അവൈലബിൾ ആണ്. എനി ആസ്പിരൻ്റ് ലുക്കിംഗ് ഫോർ ക്ലാറ്റ്, എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇതൊന്ന് ആദ്യം നിങ്ങൾ തുറന്ന് ഓടിച്ച് നോക്കണം. ഇതെൻ്റെ കപ്പ് ഓഫ് ടീ ആണോ എന്നുള്ളത് ഒന്ന് അറിയണം. ഇതിൻ്റെ പാറ്റേൺ അറിയണം. കാരണം കഴിഞ്ഞ കൊല്ലം 64 പേജായിരുന്നു, ഇപ്രാവശ്യം 36 പേജാണ് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ്. 36 പേജ് വലിയ സംഭവമാണെന്നല്ല ഞാൻ പറയുന്നത്. 36 പേജ് വായിക്കാനുള്ള ക്ഷമ തന്നെ നമുക്ക് വേണം. ഇറ്റ്സ് ഓൾ MCQ ക്വസ്റ്റ്യൻസ്. നെഗറ്റീവ് മാർക്ക് ഉണ്ട് 1:4 എന്ന റേഷ്യോയിൽ. ഇനി ഇതിൻ്റെ സബ്ജക്ട്സ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കുറേ പേര് ചോദിക്കാറ് ഇതിൽ ഏതാണ് നല്ലത്, BA LLB ആണോ, BSc LLB ആണോ, BCom LLB ആണോ, BBA LLB ആണോ? ഇപ്പൊ ട്രഡീഷണലി കാലങ്ങളായി ഉണ്ടായിരുന്നത് BA LLB ആണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മാനേജ്മെന്റ് ബ്ലെൻഡഡ് വിത്ത് ലോ, അതിൻ്റെ സ്കോപ്പ് ഭയങ്കരമായി കൂടുന്നത് കൊണ്ടാണ് ഈ മാറ്റം ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, മാനേജ്മെന്റ് സബ്ജക്ട്സ് കപ്പിൾഡ് വിത്ത് ലോ എന്നാകുമ്പോൾ വ്യത്യാസം വരുന്നതുകൊണ്ടാണ്. എന്നോട് പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ പറയാം, ഇതിൽ നല്ല ഓപ്ഷൻ BCom LLB ആണ്. ഒരു ജോലിക്കൊക്കെ സാധ്യത കൂടുതൽ BCom LLB ആണ്. ബട്ട് നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടിക്ക് ഇതൊന്നും വ്യത്യാസമില്ല. ബിക്കോസ് മോസ്റ്റ് NLUs പ്രൊവൈഡ് BA LLB. പക്ഷേ കൽക്കത്തയിൽ ക്രിമിനോളജി ആൻഡ് ഫോറൻസിക് സയൻസ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദാറ്റ്സ് എ ഡിഫറെൻറ്റ് കരിയർ. ഇപ്പം വളരെ റീസെൻ്റ് ആയിട്ട് വന്ന ഒരു ഐ വുഡ് സേ, എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലായിട്ടില്ല, പക്ഷെ നാഗ്പൂർ ഓഫർ ചെയ്യുന്ന ആർബിട്രേഷൻ ആൻഡ് അഡ്ജുഡിക്കേഷൻ ആൻഡ് ജസ്റ്റിസിങ്, പോലെ ട്രെൻഡ് ആർബിട്രേഷനിലേക്ക് കാര്യമായി പോകുന്നുണ്ട്. കോടതിയിൽ പോയിട്ട് സമയം പോകുന്നത് കുറയ്ക്കുക എന്നുള്ളത്. ആർബിട്രേഷൻ ഈസ് എ വെരി upcoming area in the field of this thing. Arbitration
to an extent is substituting or replacing litigation. ഇപ്പോൾ മഹാരാഷ്ട്ര നാഷണൽ യൂണിവേഴ്സിറ്റി അതിൻ്റെ ഒരു കോഴ്സ് വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ കേരളത്തിൽ അവൈലബിൾ ആയ ന്യൂവാൽസിൽ BA LLB ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കിയാൽ നമുക്ക് കാണാം ഇതാണ് ഇതിൻ്റെ സബ്ജക്റ്റ് പാറ്റേൺ. ഓക്കെ, ഞാൻ വളരെ സിമ്പിളായിട്ട് ഒറ്റ കാര്യമാണ് ചോദിക്കുന്നത്. അതർ ദാൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ബാക്കി 3 സബ്ജക്റ്റ് മൈ ഡിയർ സ്റ്റുഡൻസ് നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു പത്രം ഒന്ന് വായിക്കരുത് എന്നാണ് ചിലപ്പം ഇൻസ്ട്രക്ഷൻ തന്നെ. നമ്മളൊരു ഹെവി എൻട്രൻസ് പരീക്ഷയിലേക്ക് നോക്കുന്ന കുട്ടിക്ക് പത്രമൊന്നും വായിക്കാൻ റഷ്യ ഉക്രൈനിൽ ബോംബിട്ടൊന്നും അവർ അറിഞ്ഞിട്ട് തന്നെ ഇല്ല. ഇസ്രായേലും പാലസ്തീനും എവിടെയാന്ന് തന്നെ അവർ ശ്രദ്ധിച്ചിട്ടില്ല. ഇന്ത്യ വേൾഡ് കപ്പ് ഫൈനലിൽ എത്തിയോന്ന് അത് ഫൈനലിൽ ജയിച്ചോ തോറ്റോ ഒന്നും അവർക്ക് അറിയാൻ സമയം കിട്ടിയിട്ടില്ല. അതൊന്നും ഒരു തെറ്റായിട്ടല്ല ഞാൻ പറയുന്നത്. മേ ബി ഹ്യൂമാനിറ്റീസ് പഠിക്കുന്നവർ കോൺസ്റ്റിറ്റ്യൂഷനിലെ കുറച്ച് ഭാഗങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകാം എന്നല്ലാതെ ലോ റിലേറ്റഡ് ആയിട്ടുള്ള റീസണിങ് നമ്മൾ ആരും ട്രെയിൻഡ് അല്ല. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്ന ഏരിയ ഞാൻ വളരെ ഇഷ്ടത്തോടെ പഠിപ്പിക്കുന്നതാണ്. ലീഗൽ റീസണിങ്ങും ലോജിക്കൽ റീസണിങ്ങും എനിക്ക് വളരെ തമാശയും തോന്നാറുണ്ട്. ലോജിക്കൽ റീസണിങ് നമ്മളുടെ കൺവെൻഷണൽ എഡ്യൂക്കേഷനിൽ നോട്ട് പെർമിസിബിൾ ആണ്. ഡോണ്ട് ആസ്ക് വൈ ദ സ്കൈ ഈസ് ബ്ലൂ. അതിന് റിഫ്ലക്ഷൻ മറ്റേ ഇതിങ്ങനെ സ്പ്രെഡ് ആവും, അതുകൊണ്ട് അത് ബ്ലൂ ആണ്. ഓക്കെ, എന്നാൽ ലോജിക്കൽ റീസണിങ്ങിൽ സ്റ്റാൻഡേർഡ് ആൻസേഴ്സ് വർക്കാവില്ല. ഓക്കെ, ലോജിക്കൽ റീസണിങ്ങിലെ ഒരു സിമ്പിൾ പ്രിമൈസ് ആണ് all x are y, so all y's are x. ട്രൂ ആണോ ഫാൾസ് ആണോ, നോട്ട് ആൻസറബിൾ ആണോ, ഇൻകൺക്ലൂസീവ് ആണോ? all x are y, so all y's are x. ട്രൂ ആണോ ഫാൾസ് ആണോ ഇൻകൺക്ലൂസീവ് ആണോ? ചാറ്റ് ബോക്സിൽ ഇട്ടോ. Simplest question which I ask about logical reasoning. All x are y, so all y's are x. അപ്പോൾ ആൻസർ നോ എന്നാണോ? ഓക്കെ, ഐ ഗോട്ട് എ നോ. ഫാൾസ് എന്ന് കിട്ടി. സംബഡി ഗോൺ ഫോർ ഇൻകൺക്ലൂസീവ്. യെസ് ഇട്ടു, നോ ഇട്ടു, ട്രൂ. അന്ന എവിടെയെങ്കിലും കോച്ചിങ്ങിന് പോകുന്നുണ്ടോ? So I got around 20 responses. Out of that, except 2, either it is true or false, but the answer is inconclusive. എല്ലാ എക്സും വൈ ആണ്, അതുകൊണ്ട് എല്ലാ വൈയും എക്സ് ആണ് പറയാൻ പറ്റില്ല മാഷേ. നമുക്ക് വൈയുടെ വലുപ്പം അറിയില്ല, വൈയുടെ ക്യാരക്ടറിസ്റ്റിക്സ് അറിയില്ല. അതറിയാതെ വൈനെ കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല. ഇങ്ങനെ എനിക്കറിയില്ല മാഷേ എന്ന് സ്കൂളിൽ ഒരാൾ എണീച്ചത് അത് പറയാൻ പറ്റില്ല സാറേ. ഭൂമി ഉരുണ്ടിട്ടാണോ പരന്നിട്ടാണോ അതിപ്പോൾ പറയാൻ പറ്റില്ല. മെഗലൻ അങ്ങനെ പറഞ്ഞു, പിന്നെ കോപ്പർനിക്കസ് ഇങ്ങനെയും പറഞ്ഞു. അപ്പോൾ അത് ഒന്നുകൂടെ തീരുമാനമാവട്ടെ, ഞാനൊന്നുകൂടെ പരിശോധിക്കുന്നുണ്ട്, പറയാൻ പറ്റില്ല. ലോജിക് റീസൺ ഈസ് സംതിങ് വിച്ച് യു വിൽ ഹാവ് ടു സ്റ്റാർട്ട്. നമ്മൾ എ ഫോർ ആപ്പിൾ പഠിച്ച പോലെ പഠിക്കേണ്ട സ്ഥിതിയുണ്ട്. ബട്ട് ഐ എൻജോയ്ഡ് ലൈക്ക് എനിത്തിങ്. കാരണം ലോജിക് റീസണിങ് ഒരു കുട്ടിക്ക് പകർന്നു കൊടുക്കാൻ പറ്റിയ, അത് ജീവിതകാലം മുഴുവൻ ആ കുട്ടിയുടെ യുക്തി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അറിവ് വേറെയാണ്, യുക്തി വേറെയാണ്. ഇപ്പൊ ലോജിക് റീസണിങ് അറിഞ്ഞാലേ ലീഗൽ റീസണിങ് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇഫ് യു ലുക്ക് അറ്റ് ദ എൻറ്റയർ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ്, ഇറ്റ് ഈസ് ഓൺലി കോംപ്രിഹെൻഷൻ ബേസ്ഡ്. മനസ്സിലായില്ലേ? അപ്പോൾ ലോജിക് റീസണിങ് ഒരു സുപ്രഭാതത്തിൽ വളരില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ലീഗൽ റീസണിങ് ടൈ വന്നാൽ ലീഗൽ റീസണിങ് ആണ് ടൈ ബ്രേക്കിന് ഉപയോഗിക്കുക. ലീഗൽ റീസണിങ് എന്ന് പറയുന്നതിന് IPC ബൈഹാർട്ട് പഠിക്കുകയോ കോൺസ്റ്റിറ്റ്യൂഷൻ ബൈഹാർട്ട് പഠിക്കുകയോ ഒന്നും വേണ്ട. ഇഫ് ദിസ് ഇസ് യു വിൽ ബി ഗിവൺ എ പ്രിൻസിപ്പിൾ ഓർ എ കോണ്ടെക്സ്റ്റ്, ദിസ് ഈസ് ദ കോണ്ടെക്സ്റ്റ്, ദിസ് ഈസ് ദ ലോ ആപ്ലിക്കബിൾ, ഓർ ദിസ് ഈസ് എ ന്യൂ എനാക്ട്മെന്റ്, ഹൗ ദിസ് വിൽ ബി അപ്ലൈഡ് ഇൻ ദ ഗിവൺ. അപ്പം നമുക്കിപ്പോൾ ഉള്ളൊരു ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ, പണ്ട്
120 questions were 120 separate questions. So your probability was high. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഒരു ലീഗൽ കോണ്ടെക്സ്റ്റ് തന്നാൽ അതിനെ ബേസ് ചെയ്തിട്ടാണ് 5 ക്വസ്റ്റ്യൻ. ഒരു റീഡിംഗ് കോംപ്രിഹെൻഷൻ പാസേജ് തന്നാൽ അതിനെ ബേസ് ചെയ്തിട്ടാണ് 5 ക്വസ്റ്റ്യൻ. Suppose if what is the central theme of the passage, if that goes wrong, there is high probability you will commit a mistake with respect to all the other 4 questions. അപ്പം നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സാധനമല്ല കറണ്ട് അഫയേഴ്സ്, ലോജിക് റീസണിങ് ആൻഡ് ലീഗൽ റീസണിങ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആരും അങ്ങനെ പേടിക്കേണ്ട, ഒരു +2 ലെവലേ ചോദിക്കുന്നുള്ളൂ. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ഈ ഒരു പോർഷൻ ഓഫ് ദ പ്രോസ്പെക്ടസ് കൃത്യമായി വായിക്കണം. The UG CLAT would focus on evaluating, ഞാൻ 25 അല്ല കേട്ടോ, 24 വന്ന ഇതാണ്, on evaluating the comprehension and reasoning skills and abilities. Overall, it is designed to be a test of aptitude and that are necessary for it. അതൊക്കെ പോട്ടെ. Though prior knowledge occasionally may be helpful, education that നമ്മൾ നോക്കുന്നത് അവർ ക്ലിയർ ആയി പറഞ്ഞു പ്രയർ നോളജ് അല്ല. പക്ഷേ ക്യാൻ ക്രിമിനൽ ലോ ബി ഇൻഫോഴ്സ്ഡ് വിത്ത് റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ്? ഇതൊരു വേണമെങ്കിൽ ചോദിക്കാവുന്ന. ഇപ്പൊ പുതിയ IPC CRPC മുന്നേ ഉള്ള കേസിനാണോ ബാധകാവുക, ഇനി അങ്ങോട്ടുള്ള കേസിനാണോ ബാധകാവുക? ഇത് ഭയങ്കര കൺഫ്യൂസിങ് നിൽക്കുന്ന സാധനം. അപ്പൊ അതിന്റെ മുകളിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. അപ്പോൾ വാട്ട് ഡു യു മീൻ ബൈ റിട്രോസ്പെക്റ്റീവ് ആപ്ലിക്കേഷൻ ഓഫ് എ ലോ എന്ന കോൺസെപ്റ്റ് അറിയുന്ന കുട്ടിക്ക് അത് ആൻസർ ചെയ്യാൻ കുറച്ച് എളുപ്പമുണ്ടാവും. പക്ഷെ അതിനത് ബൈഹാർട്ട് പഠിക്കണ്ട. അപ്പൊ ഇതിന് വേണ്ട പ്രിപ്പറേഷൻ സ്റ്റൈല് വേറെയാണ്. ബിക്കോസ് CLAT ഈസ് എ പാൻ ഇന്ത്യൻ എക്സാം. Of course, NEET and KEAM is a pan-Indian exam, but NEET and KEAM, the proposed or the possible question bank is already there. ആ 50,000 ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്ന് നിങ്ങൾ എക്സ്പോസ്ഡ് ആയാൽ നിങ്ങൾക്ക് സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ കറണ്ട് അഫയേഴ്സ് അങ്ങനെയല്ല. മാൽഡീവ്സുമായിട്ട് എന്തിന്റെ മുകളിലാണ് തർക്കം ഉണ്ടായത്? മാൽഡീവ്സിലേക്ക് എന്ത് ചെയ്യാനാണ് തീരുമാനിച്ചത്? റീസെന്റ് വിത്ത് വിച്ച് കൺട്രി did we call back the diplomats from Maldives? ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂവിൽ ഇങ്ങനെ ഒരു പാസേജ് തരും. അതിൽ മിഡിൽ ഈസ്റ്റ് ഇങ്ങനെ സ്റ്റാൻഡ് എടുത്തു, ഇന്ത്യ ഇതായിരുന്നു സ്റ്റാൻഡ് എടുത്തത്, ഇതിൽ ഏതാണ് ശരി എന്ന് ചോദിക്കും. യു ഷുഡ് ബി തറോ. പാൻ ഇന്ത്യൻ എക്സാം ആണ്. ലോജിക്കൽ ആൻഡ് ലീഗൽ റീസണിങ് ഏരിയ നമ്മൾ ജീവിതത്തിൽ ഇന്നേ വരെ പഠിച്ചിട്ടില്ല. കറണ്ട് അഫയേഴ്സ് is an area where you should develop the habit of. അതുകൊണ്ടാണ് +1 പഠിക്കുമ്പോൾ നിങ്ങൾ നോക്കിയ കറണ്ട് അഫയേഴ്സ് കുറച്ച് സ്റ്റൈലാവും. പക്ഷെ അതൊരു ഹാബിറ്റായി മാറിയാൽ കറണ്ട് അഫയേഴ്സിന്റെ മാർക്കിന്റെ പെർസെൻറ്റേജ് കൂടി, ഇംഗ്ലീഷിന്റെ മാർക്കിന്റെ പെർസെൻറ്റേജ് കുറഞ്ഞു. That is why I am repeatedly suggesting, I do agree you should be able to score good marks in +2, but CLAT is a totally, അതിന് ആ 100 മൈല് നമ്മൾ ഇപ്പോഴേ ഓടി തുടങ്ങിയാലേ ഡിസംബർ ആവുമ്പോഴേക്ക് ഓടി തീരുകയുള്ളൂ. അപ്പൊ ആ പാരഡൈം ഷിഫ്റ്റ് ഇൻ ദ പാറ്റേൺ ഓഫ് എക്സാം, ഇൻ ദ ഡേറ്റ് ഓഫ് എക്സാം, ഇൻ ദി കണ്ടന്റ് ഓഫ് ദി എക്സാം, ഇൻ ദി വാട്ട് ഈസ് ബീങ് ടെസ്റ്റഡ്. നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡാണ് ടെസ്റ്റ് ചെയ്യുന്നത്, മെമ്മറി ബേസ്ഡ് എക്സാം അല്ല ഇത്. ഇപ്പൊ മെമ്മറി ബേസ്ഡ് എക്സാം അല്ലെങ്കിൽ ബ്രെയിനിന്റെ ആ പ്രത്യേക ഏരിയനെ ആദ്യം ഇക്ലിപ്പെടുത്തണം. No, I find that's why I said I enjoyed like anything. കുറെ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെയാണല്ലേ, ഓക്കെ ദിസ് ഈസ് ഹൗ, അത് അവർക്ക് ക്ലിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ സൂപ്പറായിട്ട് ചെയ്യുന്നു ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് സംതിങ് വിച്ച് യു ഷുഡ് ബി അവെയർ, യു ഷുഡ് ബി ക്ലിയർ. ഇതിന്റെ പാറ്റേൺ മാറുന്നുണ്ട്, ഡേറ്റ് മാറുന്നുണ്ട്, ഇതിന്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി വേറെയാണ്. അങ്ങനെയാണെങ്കിൽ ഇതൊന്നും അറിയാത്ത സബ്ജക്റ്റ് എനിക്ക് എങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റും? റീഡ് മോർ അല്ല, നോ മോർ അല്ല. ഏത് റീഡ് എ ലോട്ട് ഞാൻ പറഞ്ഞത് എന്തിനാ അറിയോ? റീഡ് എ ലോട്ട് നമ്മൾ ചെയ്യുന്നത് റീഡിങ് സ്പീഡ് കൂട്ടാനാണ്. നിങ്ങൾ വായിച്ച ഒരു പാസേജ് ഒരിക്കലും വരാൻ പോകുന്നില്ല. ജസ്റ്റ് ഫോർ യുവർ ക്യൂരിയോസിറ്റി, 2025 ഫസ്റ്റ് ക്വസ്റ്റ്യൻ പാസേജ് എടുത്തത്, എക്സ്ട്രാക്റ്റഡ് ഫ്രം ദി എഡിറ്റ്സ് ഫ്രം ജസ്റ്റിസ് ആൻഡ് ദ 2 ഐഡിയാസ് ഓഫ് ഇന്ത്യ ബൈ G. മോഹൻ ഗോപാൽ. ഫ്രണ്ട് ലൈൻ എന്ന് പറഞ്ഞ്
മാസികയിലെ മന്ത്ലി മാഗസീൻ്റെ ഒരു ആർട്ടിക്കിൾ എടുത്തിട്ടാണ് ചോദ്യം. ഫസ്റ്റ് ചോദ്യം, എ റിവ്യൂ ഓഫ് ദ ബുക്ക് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ബൈ അരുന്ധതി റോയ്. നമ്മളിൽ എത്ര പേര് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ആരെഴുതിയ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതിന്ന് 5 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. എക്സ്ട്രാക്റ്റഡ് ഫ്രം ദി ഫയർ ഓൺ ദി മൗണ്ടൻ ബൈ അനിത ദേശായി. ഓക്കെ, അടുത്തത് വന്നത് ഫ്രം അനദർ പാസേജ്, കേണൽ വെഡ്വുഡ് MP സ്പീക്കിംഗ് ഇൻ ദ ബ്രിട്ടീഷ് പാർലമെന്റ് 22 ഡിസംബർ 1919. 1919 പാർലമെന്റിൽ നടത്തിയ സ്പീച്ചിന്റെ എക്സ്ട്രാക്ട് എടുത്തിട്ടാണ് ജാലിയൻ വാല ബാഗിനെ കുറിച്ച് കറണ്ട് അഫയേഴ്സിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് നേരത്തെ വായിച്ച ഒരു സാധനം അവിടെ വരാൻ സാധ്യതയില്ല. അപ്പൊ എന്തേ ചെയ്യാൻ പറ്റുള്ളൂ? ഫെമിലിയറൈസ് വിത്ത് ദ ടൈപ്പ് ഓഫ് കോൺസെപ്റ്റ്സ്, ക്വസ്റ്റ്യൻസ്. വാട്ട് ഈസ് എ ട്രാവലോഗ്? വാട്ട് ഈസ് എ ക്രിട്ടിക്കൽ ദിസ് തിങ്? വാട്ട് ഈസ് എ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓഫ് പാസേജ്? വാട്ട് ഈസ് എൻ അനലിറ്റിക്കൽ ടൈപ്പ് ഓഫ് പാസേജ്? ഇങ്ങനത്തെയൊക്കെ ചോദ്യം വരും. Which among the following is not supported by author? വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാധന. Which among the following is not eligible to publish a periodical? എത്രയോ ക്വസ്റ്റ്യൻസ് കാണാം വിച്ച് ഇസ് നോട്ട്. ഓക്കെ, ഈ നോട്ട് ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ ബ്രെയിൻ കിടന്നിട്ട് ഒന്ന് കൺഫ്യൂസ് ആവാനുണ്ട്. അതിനെന്താ ചെയ്യാൻ പറ്റുക? ടേക്ക് മോർ ടെസ്റ്റ്, ഫെമിലിയറൈസ് വിത്ത് ലീഗൽ കോൺസെപ്റ്റ്സ്, വോളന്റി നോൺ ഫിറ്റ് ഇഞ്ചൂറിയ. പണ്ടൊക്കെ അങ്ങനത്തെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിരുന്നത്. ഇപ്പൊ അങ്ങനത്തെ അത് ചോദിക്കുന്നില്ല. എന്നാലും ഓക്കെ, ഇഫ് കൺസെന്റ് ഈസ് ഗിവൺ യു കനോട്ട് കംപ്ലൈൻ ലേറ്റർ ഓൺ എന്ന കോൺസെപ്റ്റ് ഒരിക്കൽ കേട്ടാൽ കുട്ടിക്ക് ആ പാസേജ് വായിക്കുമ്പോൾ സ്ട്രേഞ്ച്നെസ് കുറയും. ദാറ്റ് ഈസ് വൈ ഐ സജസ്റ്റ് യു ഷുഡ് ഗെറ്റ് കറക്റ്റ് ഗൈഡൻസ് ആൻഡ് ട്രെയിനിങ്, ഫോർ വിച്ച് ജോബ് സെക്യൂർ ഈസ് ഹാവിങ് ഇമ്മൻസ് എക്സ്പീരിയൻസ്. കാരണം ഇതിൻ്റെ റൂട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ എക്സ്പീരിയൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ട ഒരു പ്രോബ്ലം ഞാൻ പറഞ്ഞുതരാം. എന്തുകൊണ്ടെന്നാൽ if you I am not saying my friends, after listening to me, take the wise decision. I am only happy if you get into whichever this thing. We are only happy. പക്ഷേ ഇൻഡിവിജ്വൽ മെന്ററിങ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ജോബ് സെക്യൂർ ലോ എമിനൻസ് കഴിഞ്ഞ കൊല്ലം 200 പാസേജസ് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ടാക്കി. ലോജിക് റീസണിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് ഞാൻ ഉണ്ടാക്കി. കീപ്പിംഗ് ഇൻ മൈൻഡ് ദീ സ്റ്റുഡൻസ്. ആദ്യത്തിന് ഇതെങ്ങനെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്? അതിൻ്റെ മുന്നത്തെ കൊല്ലം കൃഷ്ണേന്ദു എത്ര സ്പീഡിൽ ചെയ്യും, പ്രണവിന് ഇത് സ്ലോ ആയിരിക്കും, ഇവന് ഇതിൽ വീഴാൻ സാധ്യതയുണ്ട്. അപ്പം കുറേ നമുക്ക് IPCയിലെ കുറേ നോളജ് നമ്മൾ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ലെക്ചർ കേട്ടിട്ട് ഇവിടെ ഒരു വ്യത്യാസവും വരാൻ പോകുന്നില്ല. Because I have to correct their habit of thinking in a particular way. Okay, so we are into this, and last year we have already the final result വരുമ്പോൾ പറയാം. So those who are keen of taking a preparation, I would suggest നമ്മൾ ഏപ്രിലിൽ ഡെയിലി ബാച്ച് തുടങ്ങുന്നുണ്ട്. അത് ആർക്കായിരിക്കും? +2 കഴിഞ്ഞിട്ടുള്ളവർക്ക്. +2 എക്സാം കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി ബാച്ച് ഓഫർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, we are going for a pan-India exam. So we are competing with people from metro cities. We will have to improve our speed reading English. We will have to improve our comprehension skill English. We will have to trigger and nurture a particular specific new area of our brain, which was dormant probably for the last 18 or 17 years. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വീണ്ടും പറയുന്നില്ല. ഈ ഡെയിലി ബാച്ചിന് +2 +1 പഠിക്കുന്ന കുട്ടികൾക്കും ഏപ്രിൽ മെയിൽ നമ്മൾ ക്ലാസ് കൊടുക്കും. അത് ഫിസിക്കൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് കൊണ്ട് കുറച്ച് ഗുണമുണ്ട്. എന്നാൽ നഹാൻ വെരി ഹാപ്പി. ഷീ ഹാസ് അറ്റൻഡ് ഓൺലി അവർ ഓൺലൈൻ ക്ലാസ്. ഷീ ഹാഡ് ക്വാളിഫൈഡ്, ഫസ്റ്റ് റൗണ്ടിൽ തന്നെ കയറി കഴിഞ്ഞു. പ്രണവ് അറ്റൻഡ് ഓൺലി അവർ ഓൺലൈൻ ക്ലാസ്. പക്ഷെ ഓൺലൈനിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ അങ്ങോട്ട് പേര് വിളിച്ചിട്ട്, നയന നിനക്ക് ഇതിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ തോന്നിയത് എന്ന് ചോദിച്ചാൽ ഇങ്ങോട്ട് ഉത്തരം പറഞ്ഞാൽ എനിക്ക് നിങ്ങളെ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദിസ് ഈസ് നോട്ട് എ ട്യൂഷൻ ക്ലാസ്, ദിസ് ഈസ് എ മെൻറ്ററിങ് ക്ലാസ്. ഓക്കെ, സോ ഓൾ ദ ക്വസ്റ്റ്യൻസ് വിച്ച് വി യൂസ് ഹിയർ 70% ആ ബാച്ചിന് മുന്നിൽ കണ്ടിട്ട് മലയാളി കുട്ടികൾക്കുള്ള ചില പെർസെപ്ഷണൽ ഇഷ്യൂസ് ഉണ്ട്. അത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്യാറ്. നമ്മൾ മോശമായതുകൊണ്ടല്ല ഞാൻ പറയുന്നത്. ഓക്കെ,
സോ കുറേ നമ്മൾക്ക് ഓൺലൈനിൽ ഇത്രയും മെറ്റീരിയൽ കിട്ടിയിട്ടുണ്ട്, ഇത്രയും ചെയ്തിട്ടുണ്ട്. അതിനേക്കാൾ നല്ലത് ഒരൊറ്റ മോക്ക് ചെയ്തിട്ട് നമ്മൾ 20 കുട്ടികൾ ഇരുന്നിട്ട് നിനക്കെങ്ങനെ തെറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പൊ അവള് പറയും ഞാൻ നോട്ട് കണ്ടില്ല സാറേ. അപ്പൊ ഈ നോട്ട് കാണാത്ത സ്ഥിരം സൂക്കടുള്ളവർക്ക് ഞാൻ പറഞ്ഞ പോലെ ഒന്ന് നോട്ട് കാണുന്നില്ലേന്ന് എപ്പോഴും ശ്രദ്ധിക്കും. അവളുടെ അടുത്ത് ഞാൻ പോയി നിന്ന് നോക്കും നോട്ട് കാണുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. ആ നോട്ട് കണ്ടു കിട്ടിയാൽ ആ കുട്ടിക്ക് ഉത്തരം തെറ്റാൻ ഒരു സാധ്യതയില്ല. ഓക്കെ, അടുത്തത് നിങ്ങൾക്ക് സാധ്യതയുള്ളത്, അതായത് വീക്കെൻഡ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്നത്. +1 പോകുന്ന കുട്ടികൾക്ക് ഈ ഏപ്രിൽ മെയ്യിൽ ഇത് കഴിഞ്ഞാൽ ദേ വിൽ ഹാവ് ടു കണ്ടിന്യൂ. സൺഡേസിൽ നമ്മൾ ഇത് റിഫ്രഷ് ചെയ്യണം. ഇൻ ബിറ്റ്വീൻ വീക്ക് ഡേയ്സിൽ നമ്മൾ ഓൺലൈനിൽ നിങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യും. കാരണം വിൽ ഹാവ് ടു ഗോ ത്രൂ ഹൺഡ്രഡ്സ് ഓഫ് പാസേജസ് ഇൻ ഇംഗ്ലീഷ്, ഇൻ ലോജിക് റീസണിങ് ആൻഡ് ലീഗൽ റീസണിങ്. ഓൾമോസ്റ്റ് എവറി ഡേ ഒരു 5 എണ്ണം വെച്ച് നമ്മൾ ചെയ്യണം. Last year, we could bring a person from Delhi who's preparing for civil service or who coach people for current affairs. പക്ഷെ നമ്മൾ പഠിപ്പിച്ച അതേ സാധനം അതിൽ വന്നു എന്ന് ഞാൻ ക്ലെയിം ചെയ്യുന്നില്ല. ഐ ഡോണ്ട് തിങ്ക് എനി കോച്ചിങ് സെന്റർ ക്യാൻ ക്ലെയിം ക്ലാറ്റിന് ഞാൻ പഠിപ്പിച്ച അതേ സാധനം വന്നു. റിലേറ്റീവ്ലി നോട്ട് പോസിബിൾ. ബിക്കോസ് കോൺസെപ്റ്റ് ശരിയായാൽ അയാളെ ഇതാക്കിക്കോളും. അപ്പൊ നിങ്ങളുടെ കൺവീനിയൻസ് നോക്കിയിട്ട് either you can go for our online batch or our weekend offline batch or our regular offline and online batch. Regular offline ഇപ്പൊ +2കാർക്ക് ആലോചിക്കാൻ പറ്റില്ല. സോ നിങ്ങൾക്ക് 2023 ഡിസംബർ മിസ്സായി. പക്ഷെ 24ൽ നമ്മൾ ഉറപ്പ് വരുത്തണം. ഈ കാണുന്നതിൽ റിപ്പീറ്റ് ചെയ്തവർ, അതായത് ലോങ് ടേം എടുത്തവരുണ്ട്. കറണ്ട് +1 ആണ്. പ്രണവായാലും ദേവദത്തനായാലും പഠിച്ചുകൊണ്ട് +2 പഠിച്ചുകൊണ്ട് തന്നെയാണ് അവർ ക്ലിയർ ചെയ്തത്. കഴിഞ്ഞ കൊല്ലം വന്ന നെഹാനൊക്കെ +1 മുതലേ ക്ലാസ്സിൽ ഇരിക്കാൻ തുടങ്ങിയത് കൊണ്ടാണ്. ഒരു 5-6 അച്ചീവ്മെന്റ്സ് ഇൻ ക്ലാറ്റ് വിത്ത് 43 സ്റ്റുഡൻസ്. എൻ്റെ പേഴ്സണൽ ഇതിൽ ലാസ്റ്റ് ഇയർ ഇന്ത്യയിലെ പ്രീമിയം ലോ സ്കൂളിലേക്ക് തന്നെ അഡ്മിഷൻ വാങ്ങിക്കൊടുക്കാൻ നമുക്കായി. ഇതിൻ്റെ എല്ലാം കാരണം it's very simple. We have a faculty team thoroughly into this. I take legal reasoning as well as logical reasoning. My wife Vigasara madam is looking after quantitative aptitude. We have a permanent experienced person, Vikram sir, taking care of English. അദ്ദേഹം തന്നെ ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻസിൽ നമ്മൾ തന്നെ അതിൽ കുരിപ്പിട്ടിട്ട് നിനക്ക് എങ്ങനെ നീ കുഴി ചാടി എന്നതാണ് നമ്മൾ ക്ലാസ്സിൽ കൊണ്ടുവരിക. അല്ലാതെ ആ പാസേജ് ബൈ ഹാർട്ട് പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല. So what is the transition we bring? Students are scared because they are looking at a new subject, totally new thing. Legal എന്ന് കേൾക്കുമ്പോൾ if they are scared, we make them confident. Students are distracted. അപ്പൊ ഇതിന് കൊണ്ടുവരേണ്ട ഒരു ഫോക്കസ് ഉണ്ട്, ഇതിലേക്ക് ഉറപ്പിക്കേണ്ട ഒരു ഫോക്കസ് ഉണ്ട്. ആ ഫോക്കസ് കൊണ്ടുവന്നാൽ തന്നെ നമുക്ക് സക്സസ് ഗെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. Many questions or with respect to strategy, most of the students are confused. അപ്പൊ ഞാൻ ഓരോ കുട്ടീനെയും, അല്ലെങ്കിൽ വിക്രം സാർ ആയാലും മേഡ ആയാലും എഗിൻ സാർ ആയാലും, ആ കുട്ടിക്ക് കൺവിൻസ്ഡ് ആവുന്നതിൻ്റെ ഒരു മുഖത്ത് ഞങ്ങൾ നോക്കി നിൽക്കും. ഇപ്പൊ ക്ലിയർ ആയോ? ആ നിമിഷങ്ങളാണ് അവൻ ആ ക്വസ്റ്റ്യൻ വരുമ്പോൾ കൺഫ്യൂഷൻ മാറ്റുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഇത്രയൊക്കെ പഠിക്കാനുണ്ട്, ദേ വിൽ ബി ലെത്താർജിക്. സോ വി മേക്ക് അവർ ക്ലാസ് റൂം എനർജറ്റിക് ബിക്കോസ് ബ്രെയിൻ അത്രയും ഫ്രഷ് ആയാലേ നിൽക്കുള്ളൂ. വി നെവർ മേക്ക് സ്റ്റുഡൻസ് സ്ട്രെസ്ഡ്. +1ൻ്റെയും +2ൻ്റെയും പ്രിപ്പറേഷൻ്റെ വലിയ ഹാങ് അവർക്ക് ഉണ്ടാവും. ബട്ട് വി മേക്ക് ദം ബ്ലിസ്ഫുൾ. എനിക്ക് അങ്ങനത്തെ ചിരികൾ തന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഒരു കുട്ടിയുടെ മുഖത്തെങ്കിലും നമ്മൾ പറയില്ലേ, എന്താ പറയുക, ഇപ്പൊ ടെക്നിക്ക് പിടികിട്ടി എന്നുള്ള സാധനം ഉണ്ടല്ലോ, അത് കൊണ്ടുവരുമ്പോഴാണ് അടുത്ത ദിവസം അവൾ ആ ടെക്നിക്ക്, അത് ചിലപ്പോൾ ഒരു എല്ലാത്തിനും കൂടെ ചേർത്തിയാൽ മതി എന്നുള്ള ടെക്നിക്ക് തന്നെ ആയിരിക്കും. അപ്പൊ അത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ടാണ് ഈ വ്യത്യാസം ഉണ്ടാവുന്നത്. ദാറ്റ്സ് വൈ ഐ സെഡ്, ഒരു റീജിയണൽ സെന്റർ എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു, ഞാൻ സന്തോഷിക്കുന്നു. ബിക്കോസ് ഐ ക്യാൻ ഈസിലി കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദം. ഇതിൽ ചിലത് മലയാളത്തിൽ തന്നെ അവൻ്റെ തലയ്ക്ക് മുട്ടിയിട്ട് പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ ക്ലിയർ ആയോ മോനെ എന്ന് തന്നെ ചോദിക്കണം. അപ്പൊ അവൻ പറയും, ഞാൻ അതിൽ വീണുപോയി സാറേ. അപ്പൊ ആ വീണ് പോകുന്നത് എടുത്തെണീപ്പിക്കുമ്പോഴാണ് അടുത്ത പ്രാവശ്യം കുഴി കാണുമ്പോൾ അവർ മാറി നടക്കാൻ തോന്നുക.
Even based at Calicut, last consistently we are able to bring results and take students to including National Law School Bangalore. പാൻ ഇന്ത്യയിൽ നമ്മുടെ അടുത്ത് പഠിച്ചിറങ്ങിയവർ ഇന്ന് ജുഡീഷ്യൽ സർവീസിലുണ്ട്, ഹയർ സിവിൽ സർവീസിൽ കയറിയവരുണ്ട്. ഫസ്റ്റ് ബാച്ചിലെ അതീത് നാഷണൽ ലോ സ്കൂൾ ബാംഗ്ലൂരിലാണ് പഠിച്ചത്. ലേറ്റർ ഓൺ ഐ അണ്ടർസ്റ്റാൻഡ് ഈ ക്രാക്ക് UPSC. അപ്പോൾ ഇതെല്ലാം സാധ്യമാവുന്നത് ഞങ്ങളുടെ മാജിക് കൊണ്ട് മാത്രമൊന്നുമല്ല. നമ്മൾ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ, ഒരു കുട്ടിയെ ഫെയിൽ ചെയ്യാൻ അനുവദിക്കും. ലെറ്റ് ഹിം ഫെയിൽ ഓർ കമ്മിറ്റ് എ മിസ്റ്റേക്ക്, ദെൻ വി വിൽ അനലൈസ്. അതൊരു നോളജ് ഇഷ്യൂ ആയിരുന്നോ, വെകിളി പിടിച്ചിട്ടാണോ, ടെൻഷൻ കൊണ്ടാണോ, എന്നിട്ട് അവൻ്റെ സ്ട്രാറ്റജി അതിലേക്ക് അലൈൻ ചെയ്യും. യു ആർ വെരി ഗുഡ് ഇൻ ലോജിക് റീസണിങ്, സോ ദാറ്റ് ഈസ് യുവർ ബാസ്ക്കറ്റ്. അപ്പം നീ അത് ആദ്യം ചെയ്യണോ, നിനക്ക് ലാസ്റ്റ് ചെയ്യുമ്പോഴാണോ നന്നാവുന്നത്? ചിലവർക്ക് ലോജിക് റീസണിങ് ചെയ്താൽ ബ്രെയിൻ നല്ലോണം അങ്ങ് ചൂടാവും. ബ്രെയിൻ നല്ലോണം ചൂടായാൽ ഇറ്റ്സ് 120 minutes, 120 questions, 1 minute ഉള്ള ഒരു ക്വസ്റ്റ്യന്. അപ്പോൾ ഈ ഇൻഡിവിജ്വലി ഒരു പ്രിപ്പറേഷൻ ഫ്രെയിംവർക്ക് നമ്മൾ കൊടുക്കാറുണ്ട്. പരീക്ഷ ഹാളിൽ ഇതെങ്ങനെ ചെയ്യണം, കൃഷ്ണേന്ദു എങ്ങനെ ചെയ്യണം, റുവ എങ്ങനെ ചെയ്യണം, കഴിയുന്നത്ര പേഴ്സണലി അവരോട് അടുത്ത് നിന്നിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. It's very simple, my good friends, very old adage. Those who sweats more in training bleeds less in war. The job secure law eminence team ഓരോ കുട്ടിയെയും ആ പരീക്ഷയിലേക്ക്, യുദ്ധക്കളത്തിലേക്ക് പറഞ്ഞു വിടുമ്പോൾ he would have sweat enough. അതായത് അതൊരു ഹാപ്പി സ്വെറ്റിംഗ് ആണ് നമ്മൾ കൊടുക്കുക, അല്ലാതെ സ്ട്രെസ് ചെയ്തിട്ട് ഉള്ളതല്ല. ആ വേർത്തവൻ യുദ്ധക്കളത്തിൽ ചോര വാർന്ന് തളരാൻ സാധ്യതയില്ല. ഐ ഡോണ്ട് മേക്ക് എ ഫാൾസ് ഓർ റോങ് ക്ലെയിം. എൻ്റെ അടുത്ത് പഠിച്ച എല്ലാ കുട്ടിക്കും കിട്ടിയിട്ടുണ്ടെന്നൊന്നും. ബട്ട് ഐ ബിലീവ് എവ്രിബഡി ഈസ് താങ്ക്ഫുൾ. അത് കിട്ടാത്തവർ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയും മറ്റ് എക്സാംസും സിംബയോസിസും ഒക്കെ എഴുതിയിട്ട് സ്ലാറ്റും ഒക്കെ നോക്കി പോയിട്ടുണ്ട്. സോ ദ ഓൺലി തിങ് ഈസ്, ഇഫ് യു വിഷ് ടു നോ മോർ അബൌട്ട് nurturing a career in law, be with Job Secura. It was a wonderful experience. I could share many things with you എന്നാണ് എൻ്റെ വിശ്വാസം. We can take 10 more minutes because COVID ആണ് എന്നെ സഹായിച്ചത് to come up with an app, and I can proudly say we were the exclusive, we own the exclusive app exclusively for law entrance. അതിൽ ക്ലാറ്റിന് നമുക്ക് ആപ്പിൻ്റെ യൂസിൽ കുറച്ച് ചാലഞ്ചസ് ഉണ്ട്. കാരണം അത് പേപ്പർ പെൻസിൽ ടെസ്റ്റാണ്. അതുകൊണ്ട് നമ്മൾ മോക്ക് ടെസ്റ്റുകൾ പേപ്പർ പെൻസിൽ തന്നെയാണ് കൊടുക്കാറ്. പക്ഷെ ഓൺലൈനിലുള്ളവർക്ക് ചിലവർക്ക് നമുക്കത് അയച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. സോ wherever you be, my good friends, either as a student or looking for the career aspiration, my humble request, believe in yourself, enjoy the career which you are choosing. Don't choose a career out of confusion. Don't choose a career out of രമേശൻ പോയി അതുകൊണ്ട് ദിനേശനും പോകുന്നു. ഇതൊക്കെ ദിനേശൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതാണ്. അങ്ങനെയല്ല, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു യുണീക്ക് സ്ട്രെങ്ത് ഉണ്ട്. ആ റീസണിങ് സ്ട്രെങ്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉണ്ടെങ്കിൽ ക്ലാറ്റ് ഈസ് എൻ ഈസി എക്സാം. ബിക്കോസ് ഇതിന് മുൻകൂട്ടി പഠിച്ച കുട്ടിക്ക് ഒരു എഡ്ജും ഇല്ല. അതായത് മുൻകൂട്ടി പഠിച്ച കുട്ടിക്ക് ഇങ്ങനെ വായിച്ചു പോയതുകൊണ്ട് ഒരു കാര്യമില്ല. പക്ഷെ മുൻകൂട്ടി തയ്യാറെടുത്ത കുട്ടിക്ക് കബഡി കളിക്കുന്ന പോലെയാണ്, ഇവൻ വരുമ്പോൾ കാലിൻ്റെ അടി കൂടെ പോകണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. സോ ഓൾ ദ ബെസ്റ്റ്, എൻജോയ് ദ കരിയർ, ബിൽഡ് എ കരിയർ ഇൻ ലോ. വൺ ഓഫ് ദ നോബിളസ്റ്റ് പ്രൊഫഷൻ. നമ്മൾ ആളുകളുമായി ഇടപഴകിക്കൊണ്ട് എൻജോയ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു പ്രൊഫഷനാണിത്. സോ ഓൾ ദ ബെസ്റ്റ്. യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് യു ക്യാൻ ആസ്ക്, ഐദർ അൺമ്യൂട്ട് ഓർ any clarification required. I am available.